പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് പണിമുടക്ക് ദിവസം ഇന്നലെ സ്കൂളുകളിൽ ഭക്ഷണ സാമഗ്രികൾ ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ വിജിലൻസ് വിഭാഗം അന്വേഷിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലും കാട്ടാക്കട പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെയും അധ്യാപകർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. ഹാൻസ് ഉണ്ട് വിവരങ്ങളുമായി. ഹാൻസെ പറയാം വിവരങ്ങൾ. എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി? ാണ് തിരുവനന്തപുരം ജില്ലയിലെ 2 സ്കൂളുകൾക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നത്. അതിലൊന്ന് വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 20ഓളം അധ്യാപകർ സ്കൂളിലെത്തുകയും അതിനോടൊപ്പം തന്നെ അധ്യാപകർ കപ്പയും മീൻകറിയും വച്ചുവിളമ്പി പായസവും ഉണ്ടാക്കി കപ്പയും ചമ്മന്തിയും സുലൈമാനിയും സ്പെഷ്യൽ മത്തി വറുത്തത് നെത്തോലിപ്പീര തുടങ്ങിയ മെനു നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ കാട്ടാക്കട പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി. അധ്യാപകരെത്തി കുട്ടികളുടെ ഭക്ഷ്യധാന്യം ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി. സ്കൂളിന്റെ 2 ഗേറ്റുകളും അകത്തുകൾ പൂട്ടിയ ശേഷമാണ് സംഘം കട്ടൻ ചായയും ഇലയടയും ഉണ്ടാക്കിയെന്നാണ് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ 2 സ്കൂളുകൾക്കെതിരെയുമാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം ഈ സംഭവം അന്വേഷിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സേതു, ശരി ഹാൻസ്. ഹാൻസോനാണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത്.